തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളമടക്കമുള്ള 12 സ്ഥലങ്ങളിൽ SIR നടക്കുന്നു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതിൽ മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ SIRൻ്റെ ലക്ഷ്യം അത് വോട്ടർ പട്ടിക നന്നാക്കൽ തന്നെയാണോ, വോട്ടർ പട്ടിക ശുദ്ധീകരണം തന്നെയാണോ, കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ തന്നെയാണോ SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? SIR ഒന്നാം ഘട്ടം നടപ്പാക്കിയ ബീഹാറിൽ അവിടെ സംഭവിച്ച നിരവധി കാര്യങ്ങൾ അത് നിരീക്ഷിച്ച് പലരും പറയുന്നുണ്ട്. SIRനു പിറകിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ പൗരത്വ പട്ടിക തയ്യാറാക്കുകയാണെന്നാണ്. SIR വഴി രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വ നിർണയം നടപ്പാക്കുകയാണെന്നാണ് നിരീക്ഷകരായ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരത് ജോഡോ അഭിയാൻ നാഷണൽ കൺവീനർ യോഗേന്ദ്ര യാദവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ബീഹാറിൽ ഒരു തവണ SIR നടന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം തവണ 12 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 12 ഇടങ്ങളിൽ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന 12 ഇടങ്ങളിൽ രണ്ടാം തവണ SIR നടക്കുമ്പോൾ ആദ്യ തവണ ബീഹാറിൽ നേരിട്ട പ്രശ്നങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? അവിടെ 65 ലക്ഷം പേരെയാണ് പുറത്തു നിർത്തിയിരിക്കുന്നത്. എണ്ണാൻ കഴിയാത്തത്ര പരാതികൾ വന്നിട്ടുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഒരു അപ്പീൽ പോലും ലഭിച്ചിട്ടില്ലെന്ന്. ഇങ്ങനെ കൂട്ടത്തോടെ വോട്ടവകാശം നിഷേധിച്ച, മാസ് ഡിസൻഫ്രഞ്ചൈസ്മെൻറ്റ് നടത്തിയ ഈ പ്രക്രിയ ചിലരെ പ്രത്യേകം ലക്ഷ്യമിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ടാർഗറ്റഡ് എക്സ്ക്ലൂഷൻ നടത്താനുള്ള ആയുധമായി SIRനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. SIR വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ളതല്ല, മറിച്ച് രഹസ്യമായി പിൻവാതിലിലൂടെ ജനങ്ങളുടെ പൗരത്വം നിർണയിക്കുന്ന നടപടിയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ആസൂത്രിതമായി വലിയ തോതിൽ എക്സ്ക്ലൂഷൻ നടത്തപ്പെടും എന്ന അപകടം ഇതിനു പിറകിൽ നമ്മൾ നേരിടുന്നുണ്ട്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകം 18 വയസ്സായ ആർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ടു വോട്ട് എന്ന അവകാശത്തെ SIRലൂടെ തിരുത്തി എഴുതുകയാണ്. ആളുകളെ കൂട്ടമായി പുറത്താക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ വിശദീകരിക്കാം. ബീഹാറിൽ നിന്ന് SIRൻ്റെ ഒന്നാം ഘട്ടം നടന്ന ബീഹാറിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ ചില മാറ്റങ്ങൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ബീഹാറിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. ജൂൺ 24 വൈകുന്നേരമാണ് പ്രസ് മീറ്റ് നടക്കുന്നത്. 25 രാവിലെ തന്നെ അത് നടപ്പാക്കി തുടങ്ങുകയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാസങ്ങളോളം സമയം കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തിനകത്ത് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് വർക്കുകൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് മാറ്റങ്ങൾ പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായും 3 മാറ്റങ്ങളാണ് SIRൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ബീഹാറിൽ ആദ്യഘട്ടം നടക്കുന്ന സമയത്ത് എല്ലാവരും ഓരോരുത്തരും ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയായിരുന്നു. ഈ ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്യണ്ടേ? ജനങ്ങൾക്കും ഒരുപോലെ ബാധ്യതയായിരുന്നു. അത് ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. 2002, 2003, 2004 അടിസ്ഥാനമായി പറയുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഇനി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അവർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചാൽ മാത്രം മതി. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. കാരണം അത്രയും ആളുകൾക്ക് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, എല്ലാവരും ഓരോരുത്തരും ഇനി ഒപ്പിടേണ്ട കാര്യമില്ല. എന്യൂമറേഷൻ ഫോമിൽ ഓരോരുത്തരും ഒപ്പിടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കുടുംബത്തിലെ ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സൈൻ ചെയ്യാവുന്നതാണ്. മൈഗ്രൻ്റ് ആയവർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇതും വളരെ പോസിറ്റീവായ മാറ്റമാണ്. ഇനി മൂന്നാമത് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, അടിസ്ഥാനമായി കണക്കാക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2002 പട്ടികയിൽ ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാൾക്കും അയാളുടെ മക്കൾക്കും എക്സംഷൻ ലഭിക്കുന്നുവെന്നതാണ്. ബീഹാറിൽ ഇത് അടിസ്ഥാനമായി വർത്തിച്ചിരുന്നത് 2003 വോട്ടർ പട്ടികയായിരുന്നു. അതിൽ പേരുള്ളവർക്ക് മാത്രമായിരുന്നു എക്സംഷൻ കൊടുത്തിരുന്നത്. വേറെ ആർക്കും എക്സംഷൻ ഇല്ലായിരുന്നു. അത് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായിരുന്നു, ജനങ്ങൾക്കും ഒരുപോലെ തലവേദനയായിരുന്നു. അതും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ SIRൻ്റെ രണ്ടാം ഘട്ടം വരുന്നതോടുകൂടി നടക്കുന്നത്. ഈ 3 മാറ്റങ്ങളും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന് തങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി കൂടിയാണ് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം സ്വാഗതാർഹമാണ്. പക്ഷേ
ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പ്രക്രിയയുടെ അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള പൗരൻ്റെ അവകാശത്തെ അടിവരയിടുന്ന ചില തത്വങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന തത്വങ്ങൾ. ആ തത്വങ്ങളെ തന്നെ പരിഷ്കരിക്കുകയാണ് SIRലൂടെ സംഭവിക്കുന്നത്. നോക്കൂ, SIRൽ എന്താണ് സംഭവിക്കുന്നത്? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട ഉത്തരവാദിത്തം വോട്ടർ ലിസ്റ്റിൽ പട്ടികയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? SIR അനുസരിച്ച് അത് നമ്മൾ ഓരോരുത്തരുടേതുമാണ്. നമ്മൾ നമ്മുടെ രേഖകളൊക്കെ അങ്ങോട്ട് സമർപ്പിച്ച് നമ്മുടെ പേര് പട്ടികയിലുണ്ടെന്ന് ഉറപ്പാക്കണം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമല്ല. അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് ഓരോ പൗരനും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ രേഖകൾ ശേഖരിച്ച് വെരിഫൈ ചെയ്ത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണത്. ലോകത്ത് ഇതിനെ സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് രജിസ്ട്രേഷൻ ഓഫ് വോട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റേറ്റാണ്, ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. പക്ഷേ SIR ഈ സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കുകയാണ്. SIRലൂടെ ഈ ഉത്തരവാദിത്വത്തെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഓരോ വോട്ടർമാരിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് വെറും ഒരു ഫോം തരുന്നു, അത് പൂരിപ്പിച്ച് നമ്മൾ നൽകണം. നമ്മൾ നൽകിയില്ലെങ്കിൽ നമ്മുടെ പേര് ഡിലീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മുടെ പേര് ഡിലീറ്റ് ചെയ്യപ്പെട്ട ശേഷവും നമുക്കൊരു നോട്ടീസുമില്ല, ഒരു ഓർഡറും ഉണ്ടാകില്ല, ഒരു ഹിയറിംഗും ഉണ്ടാകില്ല, ഒരു അപ്പീലും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂഷണറി ഫീച്ചേഴ്സ്, ആളുകളെ പുറംതള്ളുന്ന ഒരു ഫീച്ചർ ഇപ്പോഴും SIRൽ നിലനിൽക്കുകയാണ്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. 11+1 11 പിന്നെ 1 12 ഡോക്യുമെൻറ്റുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. 11+1 എന്ന് പറയാൻ കാരണം 1 ആധാറാണ്, അതിന് നിബന്ധനകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ 12 ഡോക്യുമെൻറ്റുകൾ മാത്രം ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻറ്റുകൾ മാത്രം ഇലക്ഷൻ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്? പാൻ കാർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ വേറെയുമുണ്ട്. പക്ഷേ ഇതൊന്നും ആ ഡോക്യുമെൻറ്റുകളിൽ പെടുന്നില്ല. ഇനി ആധാറിൻ്റെ കാര്യം എടുത്താലോ, ഇലക്ഷൻ കമ്മീഷൻ ആധാർ അക്സെപ്റ്റ് ചെയ്യാൻ എന്ത് മടിയാണെന്നോ. ആധാറിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇറ്റ് ഈസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആധാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരിയാണ്, ആധാർ പൗരത്വത്തിൻ്റെ തെളിവല്ല ആണെന്നാരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആധാറിൻ്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബാക്കിയുള്ള 11 ഡോക്യുമെൻറ്റുകളുണ്ടല്ലോ, അതെല്ലാം പൗരത്വത്തിന് തെളിവാണോ? അതിൽ മിക്ക ഡോക്യുമെൻറ്റുകളും പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല. അപ്പോൾ രണ്ടാം തവണ SIR വരുമ്പോൾ ഇത് പൗരത്വം പരിശോധിക്കാനും ഉറപ്പുവരുത്താനും ശ്രമിക്കുകയാണെന്ന് കൂടുതൽ തെളിഞ്ഞു വരികയാണ്. കഴിഞ്ഞ തവണ SIRൻ്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്താണ് പറഞ്ഞത്? പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 8 തവണ SIR നടന്നു, ഇൻറ്റൻസീവ് റിവിഷൻ നടന്നു, 9ാമത് തവണ നമ്മൾ ഇത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. ഇത് നുണയാണ്. 2002 2003 2004 ഒക്കെയാണ് അവസാനമായി ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വോട്ടർമാരോട് നിങ്ങൾ രേഖകൾ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് നീക്കം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരന്മാരുടെ പൗരത്വം പരിശോധിക്കുന്ന നടപടികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു തവണ സംഭവിച്ചു. 1980 ഇങ്ങനെയൊരു ശ്രമം നടന്നിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി ഇടപെട്ട് ഇത് തടഞ്ഞു. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് ടു ഡു മാസ് എക്സാമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പറഞ്ഞതാണ്. പ്രശസ്തമായ ലാൽ ബാബു ഹുസൈൻ കേസ് എടുത്തു നോക്കിയാൽ ആർക്കും അത് മനസ്സിലാകും. 2003 വോട്ടർ പട്ടിക പരിഷ്കരണം വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഈ കോടതി വിധി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ പണി പൗരത്വം അളക്കലല്ല. ഇത്തവണ ഈ കോടതി വിധിക്കെതിരെയാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ 2003 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ, അതിനെതിരെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ആധാറിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന വിമ്മിഷ്ടം ഒന്നുകൂടി എടുത്തു പരിശോധിച്ച് നോക്കാം. നോക്കൂ, ആധാർ മാത്രമാണ്
ഒട്ടുമിക്ക ആളുകൾക്കും, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഓൾമോസ്റ്റ് യൂണിവേഴ്സലി അവൈലബിൾ ആയിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത്. നോക്കൂ, വോട്ടർ പട്ടിക പരിഷ്കരിക്കണം, യോഗ്യരായ എല്ലാവരും പട്ടികയിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നൽകിയ ഒരു രേഖ, യൂണിവേഴ്സലി അവൈലബിൾ ആയിട്ടുള്ള ഒരു രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കാൻ എന്തിനാണ് മടി കാണിക്കുന്നത്? കാരണമായി പറയുന്നത് ആധാർ ഈസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്നാണ്. ശരിയാണ്, പക്ഷേ മറ്റുള്ള ഡോക്യുമെൻസുകൾ 12 ഡോക്യുമെൻറ്റുകളിൽ ആധാറിന് പുറമെ മറ്റുള്ള 11 ഡോക്യുമെൻറ്റുകളിൽ 8 എണ്ണവും പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല. SSLC സർട്ടിഫിക്കറ്റ് നമ്മുടെ പൗരത്വത്തിന് തെളിവാണോ? ജാതി സർട്ടിഫിക്കറ്റ് നമ്മുടെ പൗരത്വത്തിന് തെളിവാകുമോ? റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പൗരത്വത്തിന് തെളിവാകുമോ? ആധാർ കാർഡ് വിദേശികൾക്ക് വേണമെങ്കിലും എടുക്കാമെന്നാണ് ചിലർ പറയുന്നത്. വിദേശികൾ എടുക്കുന്ന ആധാർ കാർഡും ഇന്ത്യക്കാർ എടുക്കുന്ന ആധാർ കാർഡും ഒന്നാണോ? വിദേശികൾക്ക് നൽകുന്ന ആധാർ കാർഡിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും, നമ്മുടെയൊന്നും ആധാർ കാർഡുകളിൽ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് ആ വാദമൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇനി ആധാർ കാർഡ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. അൺറിലയബിൾ ആണ് എന്ന് 11 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നവരാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 11 വർഷമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രിൻസിപ്പൽ യൂണിവേഴ്സൽ ഡോക്യുമെൻ്റായി നൽകിയ ഒരു രേഖ അത് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണോ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ബാലിശമായ വളരെ കോൺട്രാഡിക്ടറിയായ വാദങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആധാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി വന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ആധാർ ഉൾപ്പെട്ടാൽ നടക്കാത്ത ഒരു കാര്യമേ ഉള്ളൂ, അത് ടാർഗറ്റഡ് എക്സ്ക്ലൂഷനാണ്. SIRൻ്റെ മറവിൽ ആളുകൾ കൂട്ടമായി പുറത്താക്കപ്പെടും എന്ന് നമ്മൾ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ബീഹാറിൽ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ SIRൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. സ്ത്രീകൾ വലിയ തോതിൽ പുറത്താക്കപ്പെട്ടു, മൈഗ്രൻസ് പുറത്താക്കപ്പെട്ടു, ജെൻഡർ റേഷ്യോ വലിയ തോതിൽ കുറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ പരിഗണിച്ചിട്ടേയില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് SIR നടപ്പാക്കുന്നത്. ഇപ്പോഴും കുടുംബസമേതം താൽക്കാലികമായി എല്ലാവരും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, അവർ മൈഗ്രൻസ് ആണെങ്കിൽ വോട്ടർ പട്ടികയിൽ അവരെല്ലാവരും കൂടി ഇടം പിടിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഒരു ഓപ്ഷനും നൽകുന്നില്ല. ഇനി വോട്ടർ പട്ടിക പരിഷ്കരിച്ച് നന്നാക്കണമെന്നാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഗ്രഹമെങ്കിൽ വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു ഡീഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ തന്നെ ഒന്നിലധികം വോട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ കൊണ്ട് ലളിതമായി സാധിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. വോട്ട് ചോരി വിവാദം നടന്ന സമയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ് മീറ്റ് നമ്മൾ കണ്ടതാണ്. അന്ന് രാഹുൽ ഗാന്ധി കാണിച്ച നിരവധി തെളിവുകളുണ്ടായിരുന്നു. ഇതെല്ലാം സുപ്രീം കോടതിയിൽ പോയി തെളിവ് സഹിതം കാണിച്ച വ്യക്തിയായിരുന്നു യോഗേന്ദ്ര യാദവ്. SIR ബീഹാറിൽ നടന്ന സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളെ നിരന്തരം പഠിച്ച് നിരീക്ഷിച്ച് മാധ്യമങ്ങളിലൂടെ ഇന്ന് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ നിരവധി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഡാറ്റകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. SIR എന്നത് മൗലികമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ളതല്ല, അത് രഹസ്യമായി പിൻവാതിലിലൂടെ ഓരോരുത്തരുടെയും പൗരത്വം പരിശോധിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.